ജയപ്രകാശ് എന്താ പറയാൻ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ പറയണത്, പക്ഷെ എല്ലാവരും കേൾക്കട്ടെ പറയണത്. ഇന്നത്തെ നല്ലൊരു അനുഭവമായിരുന്നു. എന്റെ കണ്ണിന്റെ സൈഡിൽ ഒരു കുരു ഉണ്ടായിരുന്നു കേട്ടോ. ആ ആ കുരു ഒരു 5-6 മാസം ഇങ്ങനെ നിന്ന് പോയി. അപ്പോഴൊന്നും എനിക്ക് വിശ്വാസമില്ല ഇത് പോവില്ല. ഇങ്ങനെ അതിങ്ങനെ കുറെ നേരം നിന്ന്. അപ്പോൾ സാറിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ, മെഡിറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു വിശ്വാസം വന്നു തുടങ്ങി. ഈ കുരുവിന്റെ ഇത് പോകുന്നുള്ള വിശ്വാസം വന്നു തുടങ്ങി. ഞാൻ എഴുതുന്നില്ല, പക്ഷെ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ സാറിന്റെ മെഡിറ്റേഷൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി പുറത്ത് വീടിന്റെ മേലെ കയറുന്നു. ആ മുഖത്ത് തൊട്ട് നോക്കിയപ്പോൾ, കണ്ണുമുട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. ഒരു തടിപ്പ് ഉണ്ടാവും, പക്ഷെ ഉണ്ടാവാറില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഭയങ്കര പെട്ടെന്ന് മിറാക്കിൾ പോലെ മാഞ്ഞു പോയേക്കണ് നോക്കിയപ്പോൾ. അപ്പൊ ഞാൻ നേരെ വന്ന് ഇറങ്ങി മിററിൽ പോയി നോക്കിയപ്പോൾ അവിടെ കുരുവില്ല. കുരു കുരു പോയേക്കണ്. ചെറിയ കറുത്ത പടണ്ട, കുരുവിന്റെ കറുത്ത പടത്തുള്ള കുരു അവിടെ ഒറ്റയടിക്ക് പോയേക്കണ് അവിടെ. ശരിക്കും മിറാക്കിളിനാണ് സാർ അത്. ഭയങ്കരമായിട്ട് മാറ്റം. വാവ്. താങ്ക് യു. പിന്നെ ഇതൊരു കാര്യം, ഇത് ശരിക്കും അതിശയിച്ചു പോയി ഞാൻ ഇങ്ങനെ. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതിന് ഏറ്റവും കൂടുതൽ ഇതായത്, അത് ഞാൻ ഈ അടുത്ത് ഫ്ലിപ്കാർട്ടിൽ ഒരു സൈക്കിൾ നോക്കിയിരുന്നു. സൈക്കിൾ ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നോക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുറച്ച് വേണം ആഗ്രഹിച്ചിങ്ങനെ ഇരുന്നു. അപ്പോ ഇന്നലെ ഇന്നലെ ഒരു ചേട്ടനെ വിളിച്ചിട്ട്, എടാ ഒരു ഓർഡർ ഉണ്ടാ, എന്റെ ബ്രദറാണ്, എടാ ഒരു ഓർഡർ ഉണ്ട്, ഓർഡർ സൈക്കിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഇത് ഇതായി, ഒരു അതിശയിച്ചു പോയി. പക്ഷെ അതല്ല അതിശയം. വേറെ അതിശയം വെച്ച് കഴിഞ്ഞാല്, ഞാൻ അന്ന് നോക്കി അതേ സൈക്കിള്, അതേ മോഡല്, അതേ കളറ്, ആ സൈക്കിൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചെന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട്. ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോ, ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. അപ്പൊ എന്നോട് പറഞ്ഞു 20-ാം തീയതി വരുന്നുണ്ട്, ഓർഡർ വരുന്നുണ്ട്, അത് ഇങ്ങനെ കൈപ്പറ്റാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ വന്നിട്ട്. വാവ് വാവ് വാവ്. അതിശയം. താങ്ക് യു സർ. എവരിബഡി സേ പിന്നെ വാവ് ഒരെണ്ണം കൂടി. വാവ് ടു വാവ് ടു വാവ്. ജയപ്രകാശിന്റെ ഒരു വിഷ്വലൈസേഷൻ പവർ നോക്കിയേ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു മനി. യു ഒരുപാട് താങ്ക്സ് ഡിസേർവ് ഉണ്ട്. ഇറ്റ്. എന്താ പറയുക. യു ഡിസേർവ് ഇറ്റ്. അത്രേ ഉള്ളൂ. സാറിന്റെ ക്ലാസ്സിന്റെ ഒരുപാട് ഉപകാരം ആക്കും. എല്ലാവരോടും പറയണേ, രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യട്ടാ. നിങ്ങൾക്ക് ആ ഒരു പൈസ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല, ഒരിക്കലും നഷ്ടാവില്ല. ഉറപ്പായും പറയണേ, നിങ്ങൾ വന്നോ, എന്തായാലും വാ. നിർബന്ധമായിട്ട് ഇങ്ങനെ ചേർന്നിട്ട് അവിടെ നിൽക്കാൻ പാടില്ല, അതിൽ അറ്റൻഡ് ചെയ്യാനേ വേണം. ആ മെഡിറ്റേഷനും അഫർമേഷനും അത്രയ്ക്ക് പവറാ, ഭയങ്കര പവറാ. കാരണം എനിക്ക് ഇപ്പോൾ ഒറ്റ ഒരു 20 ദിവസമൊക്കെ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നല്ല ഇത് വന്നു തുടങ്ങി. സാർ നമുക്ക് പറയിപ്പിക്കും, ഇങ്ങനെ അഫർമേഷൻ പറയിപ്പിക്കും. അതാണ് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത്. എല്ലാവരും വായോട്ടെ, വരണം, നിർബന്ധമായിട്ട് വരണം. താങ്ക് യു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ദിവ്യ ശിവു. താങ്ക് യു സാർ. ആ നമ്മൾ കഴിഞ്ഞ ആഴ്ച സാർ മെഡിറ്റേഷൻ ചെയ്ത മണിയുടെ ഇതായിരുന്നല്ലോ, മെഡിറ്റേഷൻ രാവിലത്തെ മെഡിറ്റേഷൻ്റെ അകത്തുണ്ടായിരുന്നേ. ആ അപ്പൊ സാർ ഞാൻ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 9 മാസത്തോളമായി. അപ്പൊ ഞാൻ കുറച്ച് മാസം വർക്ക് ചെയ്തതിന്റെ ബോണസ് കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കണക്കൂട്ടിൽ 8,000 രൂപയെ കിട്ടാനുള്ളൂ. പക്ഷെ ഞാൻ അതിൽ 10,000 രൂപ കിട്ടുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരാഴ്ച നമ്മൾ അത് തന്നെയായിരുന്നു. അപ്പൊ എന്നിട്ട് ഇന്ന് ഞാൻ ബോണസ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ എനിക്ക് 9,880 രൂപയാണ് എനിക്ക് അക്കൗണ്ട്സിൽ നിന്ന് വൗച്ചർ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ 10 വിചാരിച്ചിട്ട് 120 രൂപയുടെ കുറവുണ്ടല്ലോ, എന്നാലും സാരമില്ല, ഇത്രയും കിട്ടിയല്ലോ എനിക്കെന്ന് വിചാരിച്ച് ഞാനത് ക്യാഷറുടെ കൈ കൊണ്ടേ കൊടുത്തു. അപ്പം ക്യാഷറുടെ കയ്യിൽ ചില്ലറ ഇല്ലാഞ്ഞിട്ട് ക്യാഷർ ആ 120 രൂപയും കൂടെ ചേർത്തിട്ട് എനിക്ക് 10,000 ആയിട്ട് തിരിച്ചു തന്നത്. അപ്പൊ സാർ, ഞാൻ എന്താണോ അവിടെ എഴുതിയത് 10,000 ഞാൻ എഴുതിയത്, ആ കൃത്യം 10,000 എനിക്ക് കിട്ടി സാർ. അതെനിക്കൊരു അതിശയായി തോന്നി. താങ്ക് യു സാർ. അതുപോലെ ഇപ്പൊ ജയപ്രകാശ് പറഞ്ഞ മാതിരി നമ്മൾ ആ മോർണിംഗ് മെഡിറ്റേഷൻ ഭയങ്കര എഫക്റ്റീവാ സാർ. നമ്മൾ അതിനകത്ത് എന്ത് വിഷ്വലൈസ് ചെയ്യുന്നു അതിപ്പോ സക്സസ് ആയി പെട്ടെന്ന് വരുന്നു. പണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് കാലങ്ങളെടുത്ത് നമ്മളിങ്ങനെ ഡൗട്ട് അടിപ്പിച്ചിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ ആ ഫ്ലോയിലോട്ട് വന്നതുകൊണ്ട് വേഗം മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇനി ഒരു വലിയൊരു ലോങ് ടൈം മാനിഫെസ്റ്റേഷനോടെ ഉണ്ട്, അതോടെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇന്ന് നമ്മുടെ മെയിൻ ഗ്രൂപ്പില് നമ്മുടെ ഫ്രണ്ട്, എൻ്റെ പരിചയക്കാരൻ, ഇവിടെ തൊട്ടടുത്തുള്ള ആളാട്ടോ. ഇതിന്റെ ക്യാമറയൊക്കെ അവൻ്റെ അടുത്ത് എടുത്തതാ. അപ്പോൾ അവൻ പറഞ്ഞ് ആദ്യമായിട്ട് ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ പരിചയമുള്ള ഒരാളാണ്, അബുദാബിയിൽ പരിചയമുള്ള ആളാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ആ ഗ്രൂപ്പിൽ എടുത്തിട്ടിരുന്നു. അത് കഴിഞ്ഞ് ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നേരെ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഒരു കാര്യം പറയാണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവൻ പ്രധാനപ്പെട്ട കാര്യം. അവൻ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുമോ മെഡിറ്റേഷനിൽ? ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെയിൻ ഗ്രൂപ്പിൽ. അപ്പോൾ ആ മെയിൻ ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, മെഡിറ്റേഷൻ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി, എന്താ ചെയ്യുന്നത്. സി, നമുക്ക് ഡിവൈൻ കണക്ടിവിറ്റി, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, നമുക്ക് എപ്പോഴാണോ ഡിവൈൻ കണക്ടിവിറ്റി സംജാതമാകുന്നത്, നമുക്ക് എപ്പോഴാണോ ഡിവൈൻ കണക്ടിവിറ്റി ലഭിക്കുന്നത്, ആ സമയത്ത് പിന്നെ നടക്കുന്നതൊക്കെ മിറാക്കിൾസുകളായിരിക്കും. യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യാത്രയിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് 111 ആയിരിക്കും. കാരണം
മാനിഫെസ്റ്റേഷന്റെ അല്ലെങ്കിൽ ആത്മീയത തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്നതിന്റെ ഡിവൈൻ നമ്പറാണ് 111. നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോയി നോക്കിയാൽ മതി. ഏകദേശം ഇതിനകത്തും നിങ്ങൾ പോയി നോക്കുമ്പോൾ ഒന്നിക്കിൽ 111 വ്യൂസ്, 111 കമൻസ്, 111 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇത് വരും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഡ്മിൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. ടോട്ടൽ വ്യൂസ് 1.11 മില്യൺസ്. ഇതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു ഇതും കൂടി നേരത്തെ അയച്ചത്. അപ്പോൾ എപ്പോൾ നോക്കിയാലും നമുക്ക് 111 എവിടെയും കാണാൻ പറ്റും. നിങ്ങൾ ഈ യാത്ര നിങ്ങളുടെ അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുമായിട്ട് ഇവിടെ പറഞ്ഞു വരുമ്പോഴും 111 ആണ് കേട്ടോ താഴെ. ഇപ്പോൾ അതാ ഒരാളും കൂടി 111 പാർട്ടിസിപ്പേഷൻസ്. എന്താ അല്ലേ? അപ്പോൾ പറഞ്ഞു വന്ന് നിങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള ഡിവൈൻ നമ്പറാണ് 111. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിൽ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ യാത്ര പോയാൽ മതി. പക്ഷെ യാത്ര പോകണം, നിർത്തരുത്. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ യാത്രയിൽ എത്തിയിട്ടില്ല, നിങ്ങൾ 111 കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വൈബ്രേഷൻ കൂട്ടേണ്ടി വരും, എനർജി കൂട്ടേണ്ടി വരും. അതിന് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. മനസ്സിലെ മാലിന്യങ്ങൾ, ജയപ്രകാശ് നേരത്തെ പറഞ്ഞ പോലെ, അവൻ നേരത്തെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്, ഞാൻ കേട്ടു അത്. മനസ്സിലെ മാലിന്യങ്ങൾ എപ്പോഴാണോ നമുക്ക് മാറ്റാൻ കഴിയുന്നത്, അപ്പോൾ മാത്രമേ ഈ സാധനം കാണുകയുള്ളൂ. അതിന് ജേർണി ടു ഹാപ്പിനെസ് എന്നുള്ള കോഴ്സ് പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം. 111 മെത്തേഡ്സ് ഒന്ന് പറഞ്ഞു തരാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വരൂ, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ആ ക്ലാസ് ഉള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുമുണ്ട് ഇതിൻ്റെ കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അവിടെ മുഴുവനും പഠിക്കാം. ഒരുപാട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 369, 555, 111, 88 അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ലോ ഓഫ് അട്രാക്ഷനിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ജേണിയിൽ എത്താത്തവരോട് പ്രധാനമായി പറയാൻ അറിയേണ്ട കാര്യം, നിങ്ങളുടെ അലൈൻമെന്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മാലിന്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ മാലിന്യങ്ങളെ ഒന്ന് എടുത്തു കളയാനായിട്ട് ശ്രമിക്കുക. അതിന് പോസിറ്റീവ് അഫർമേഷൻസ്, മെഡിറ്റേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡുകൾ, ഫോർഗീവ്നെസ്, അങ്ങനെ എല്ലാ അഫർമേഷൻസും, അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നും പറഞ്ഞ് പറക്കും. യാതൊരു തർക്കവുമില്ല. ഇവിടെ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ 111 കാണുന്ന ആൾക്കാരൊക്കെ ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിലെ മെമ്പർമാരാണ്. അവരിത് പ്രാക്ടീസ് ചെയ്തവരാണ്. അതിലൂടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇനി ആർക്കെങ്കിലും പറയാനില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ കിടക്കാം. ഇന്നത്തെ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ സാർ. സാർ, ഞാൻ ഇന്ന് രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് സാറിനോട് പറഞ്ഞായിരുന്നു ബുദ്ധയുടെ ഇത് കണ്ട കാര്യം. അപ്പൊ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ട് പിന്നെ ഇന്ന് രാത്രിയുള്ള ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഐ മീൻ യുവർ സെഷൻ, ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ് ആക്ച്വലി. അപ്പൊ എന്നോട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, മിസ് ഇന്ന് രാത്രി 8:15 നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് അവരോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഐ വാസ് വെരി സാഡ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ക്ലാസ് മിസ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. അപ്പോ അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് വന്നിട്ട് പറഞ്ഞു, മിസ് നമുക്ക് ആ മീറ്റിംഗ് ഉച്ചയ്ക്ക് വെക്കാം, രാത്രി മീറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ അത് പോയി, അതങ്ങനെയായി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു, ശരിക്കും ഞാൻ അന്ന് സാറിനോട് ഒരു ദിവസം പറഞ്ഞിരുന്നു, ഞാനൊരു സ്പിരിച്വൽ ഗുരുവിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ബുദ്ധായെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിരിക്കും. അപ്പോൾ സാറിനോട് എന്തായാലും ഒന്ന് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ അഡ്മിനെ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നോക്കിയതായിരുന്നു. അപ്പോഴും എന്റെ മനസ്സിനുള്ളില് എനിക്ക് ഫ്രൈഡേ മാത്രമേ കൺവീനിയന്റ് ആയിട്ടുള്ള ഡേ ആയിട്ടുള്ളൂ. മറ്റേത് ദിവസമായാലും അൺഎക്സ്പെക്റ്റഡ്ലി എന്തെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ടാകും. അപ്പോൾ ഫ്രൈഡേ ഒരു ഇത് എടുക്കണം. അപ്പൊ ഈ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. പിന്നെ ഞാൻ വീണ്ടും ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യണം അടുത്ത ഫ്രൈഡേ ചോദിക്കണമെങ്കിൽ. അപ്പൊ ഞാൻ മനസ്സിനുള്ളിൽ എന്തായാലും വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും ഡേറ്റ് ആണ് തരുന്നതെങ്കിൽ എനിക്ക് ഫ്രൈഡേ മാറ്റി തരാൻ ചോദിക്കാം എന്ന് കരുതിയിട്ട്, ഇനിയിപ്പോ സപ്പോസ് ഈ ആഴ്ച പറ്റിയില്ലെങ്കിൽ വളരെ വിഷമത്തോടെ ഒക്കെ അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം അങ്ങനെ ഓർത്തിട്ട് ഞാൻ വിളിച്ചായിരുന്നു. അവരെ വിളിച്ചില്ല, അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു.
അപ്പൊ മെസ്സേജ് അയച്ചപ്പോ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ചോദിച്ചപ്പോ ആദ്യം അവർ പറഞ്ഞത് 20th അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഞാൻ പെട്ടെന്ന് കലണ്ടർ എടുത്ത് നോക്കിയപ്പോ 20th എന്ന് പറയുന്ന ഫ്രൈഡേ. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് ഇനി അധികം ദിവസമല്ല, 2 ദിവസമേ ഉള്ളൂ. എനിക്ക് തിരിച്ച് അവരോട് അപ്പോയിന്റ്മെന്റ് ഒന്ന് മാറ്റി തരുമോ എന്ന് പോലും ചോദിക്കേണ്ടി വന്നില്ല. അപ്പൊ ഈ രണ്ടും സാറിന് കണക്റ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഐ വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഒന്നും പറയാനില്ല. നിങ്ങൾ ആക്ച്വലി എവിടെയാണ്? ഞാൻ മാൽദീവ്സിലാണ് സാർ. മാൽദീവ്സ് ഫ്രൈഡേ ഓഫ് ഡേ അല്ലേ? ആ, ഓ, ഗ്രേറ്റ് തിങ്സ്. താങ്ക് യു സാർ. ഇന്ന് കുറേ 111 കണ്ടായിരുന്നു. ചെറിയൊരു കറക്ഷൻ ഞാൻ ചെയ്തോട്ടെ, വിത്ത് യുവർ പെർമിഷൻ. യെസ്. See, when you expect something, it is not happening. നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഡിഫറെന്റ് സിംറ്റം നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ വിഷമമല്ല ഫീൽ ചെയ്യേണ്ടത്. ഷിഫ്റ്റ് ദ ഫോക്കസ്. അതായത് നമ്മൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മൾ ഇന്ന് കാര്യം വേണമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി മറ്റൊരു സാധനം അവിടേക്ക് വരുന്നു. ആ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് ട്രിഗർ ചെയ്യപ്പെടും. ഞാൻ ഇതല്ല വിചാരിച്ചത്, അയ്യോ കഷ്ടം, അയ്യോ വിഷമായി, സങ്കടമായി, ഈ ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എപ്പോഴും സങ്കടം, കഷ്ടം, പരിതാപം, ദുഃഖം എന്നൊക്കെ പറയുന്ന ഇമോഷൻസ് വെരി ലോ ഫ്രീക്വൻസിയാണ്, വളരെ കുറഞ്ഞ ഫ്രീക്വൻസി. ഇത് ജേർണി ടു ഹാപ്പിനെസ് പഠിക്കുന്ന കാര്യമാണ്. ഫ്രീക്വൻസിയെ പറ്റിയൊക്കെ വളരെ ലോ ഫ്രീക്വൻസിയാണ്. വെൻ യു ആർ ഇൻ എ കോൺഫിഡൻസ് ലെവൽ, നിങ്ങളൊരു കോൺഫിഡൻസ് ലെവലിൽ ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ റേഞ്ച് അറൗണ്ട് 400 to 500 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഫ്രീക്വൻസി റേഞ്ച് ഇരിക്കുന്നത്. നിങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി നിലവിൽ നിൽക്കുന്ന ഈ ഇരിക്കുന്ന അവസ്ഥ ഒരു 500 to 600 റേഞ്ചിലാണെന്ന് കരുതിക്കോളൂ. ഇപ്പൊ നിങ്ങൾ എത്ര പേര് പുഞ്ചിരിക്കുന്നുണ്ട്? നല്ല ആത്മാർത്ഥമായി തുറന്നിരിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാർത്ഥമായി സന്തോഷത്തോടെ തുറന്ന മനസ്സോടെ ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ. ആത്മാർത്ഥമായി ഇത് കേൾക്കാനായി തുറന്ന മനസ്സോടെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ലാതെ സാറ് പറയുന്നതൊക്കെ അക്സെപ്റ്റബിളായി ഇരിക്കാൻ പറ്റുന്ന, അതായത് അക്സെപ്റ്റൻസ് വിറ്റ്നസ് മോഡിൽ ഇരിക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മളൊരു 400 to 500 റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിൽ നിൽക്കുന്ന ഒരാൾ, ഇപ്പൊ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞതിന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്രിഗറിങ് നിങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോറ് തുറന്ന ഒരാൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും രീതിയിൽ എന്നെ ട്രിഗർ ചെയ്യപ്പെട്ടാൽ, ഞാൻ അതിനെതിരെ ആക്ഷൻ എടുത്താൽ, ഇമോഷണൽ ആക്ഷൻ എടുത്താൽ എൻ്റെ ഫ്രീക്വൻസി നേരെ 100ലേക്ക് പോകും, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. പിന്നെ സംഭവിക്കുന്ന ഒന്ന് നമ്മുടെ കണ്ടീഷൻ കയ്യിലപ്പുറത്തേക്കും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഇമോഷനെ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ നിൽക്കുന്ന ഫ്രീക്വൻസി ഓരോ നിമിഷവും ഓർക്കണം, ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടെയാണ്, അത് തന്നെ എനിക്ക് സംഭവിക്കും. അപ്പൊ മറ്റൊന്ന് വന്നാൽ നോ പ്രോബ്ലം, ഇറ്റ് വിൽ ചേഞ്ച് ഫോർ മീ. ഞാൻ ഓണസദ്യ കഴിക്കാൻ പോയ കഥ പറഞ്ഞിട്ടില്ലേ ഞാൻ? അതുപോലെ ഞാൻ വിചാരിക്കുന്നത് എന്താണോ അത് തന്നെ സംഭവിക്കും. ഇനി ഞാനാണ് വിചാരിക്കേണ്ടത് മീറ്റിങ്ങോ ഇല്ല, എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കുക, എൻ്റെ മീറ്റിംഗ് അപ്പോൾ മനസ്സിലാക്കണം അത് മാറ്റിവെക്കപ്പെടും. ദർ ഇസ് നോ ഓപ്ഷൻ. ഇതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഈ സാധനത്തെ വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഈ സാധനം കിട്ടത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനോട് വരാൻ പറയുക. വരുന്നതും വലിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല അല്ലേ? അത് വരും, അത് വന്നേ പറ്റുള്ളൂ. ദർ ഇസ് നോ ഓപ്ഷൻ. കാരണം അത് എവിടെയാണോ യഥാർത്ഥ എനർജി ഇരിക്കുന്നത് ആ എനർജിയിലൂടെ മാത്രമേ അത് കണക്ട് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാം നമുക്ക് മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് വരും. സൂപ്പറായിട്ട് വർക്ക് ചെയ്യട്ടെ. താങ്ക് യു വെരി മച്ച് ഹെലൻ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച്. ഫോഴ്സ് ബട്ട് വെയിറ്റ് ടു കം. യെസ്, റൈറ്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ആർക്കും പറയാനായിട്ട്? ക്വിക്കായിട്ട് പോവാം. എന്താണെന്ന് പറയണ്ടേ അല്ലേ? അപ്പൊ മ്യൂട്ട് ചെയ്തോ. യെസ്, നടക്കുമെന്ന് വിചാരിച്ച് നടക്കും രാധിക. ദാറ്റ് ഈസ് എ പ്യുവർ മൈൻഡ്. ഇറ്റ്സ് എ ക്ലിയർ ഫോം ഓഫ് ഫ്ലോ ഓഫ് എനർജി എന്ന് പറയും. ഫ്ലോ ഓഫ് എനർജി നമ്മൾക്ക് നടക്കുന്നുവെങ്കിൽ എല്ലാം കൃത്യമായിരിക്കും നടക്കുന്നത്. ഫ്ലോ ഓഫ് എനർജി നമ്മുടെ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ദിവസം ഞാൻ അതിനെപ്പറ്റി പറയാം.
ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിലല്ല കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ഈ ബോഡിയിലല്ല ഈ ആക്ഷൻസ് ഒന്നും നടക്കുന്നത്. നമ്മുടെ മനോമയ ശരീരത്തിലാണ് കേട്ടോ. അങ്ങനെ ഒരു ശരീരമുണ്ട് കേട്ടോ. നമ്മുടെ എനർജി മൊത്തം കിടക്കുന്ന അവിടെയാണ്. അതിനെയാണ് നമ്മൾ അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. നമ്മൾ എന്തെങ്കിലും ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലോ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിലോ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എല്ലാം നമ്മുടെ ഈ ബോഡിയുടെ ആക്ഷൻസ് അല്ല, നമ്മുടെ ഇന്നർ ബോഡിയുടെ മനോമയ എന്താ പറയുക ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ആണ് ഇതെല്ലാം നടക്കുന്നത്. അത് വലിയൊരു സബ്ജക്റ്റാണ്, സ്പിരിച്വൽ സയൻസ് ആണ്. കുറേ പറയും സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അത് വലിയ സബ്ജക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞാലും തീരില്ല. അപ്പം എല്ലാവരും ഓർക്കേണ്ടത് അതിനെയാണ് ക്ലെൻസ് ചെയ്തെടുക്കേണ്ടത്. അവിടെയാണ് പ്യൂരിഫൈ വരുത്തേണ്ടത്. അപ്പോൾ ചിലവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യാത്തത് പോലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അകത്ത് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളുണ്ടാവും, കർമ്മങ്ങളുണ്ടാവും, കർമ്മഫലങ്ങളുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവുന്നത് അകത്തുനിന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 60% വരെ നമ്മുടേതാക്കി മാറ്റാൻ പറ്റും. 20+, 60-20-20 പ്രിൻസിപ്പിളാണുള്ളത്. 60 നമുക്ക് മാറ്റാൻ പറ്റും, 20 ബി കോൺസ്റ്റന്റ് ആൻഡ് 20 ക്യാരി ഫോർവേഡ് ആണ്. സിമ്പിളായിട്ടോ. ഇത്രയും മതിയല്ലോ. വേറെ ഒന്നും പറയാനില്ലല്ലോ. സോ സ്റ്റാർട്ട് ഫോർ ടുഡേ സെഷൻ. വളരെ സിമ്പിളായിട്ട് 30 മിനിറ്റ് കൊണ്ട് ജീവിതത്തെ എങ്ങനെ മാറ്റപ്പെടുത്താം എന്ന് പറഞ്ഞു പോകാം. റെഡിയാണോ? കമാൺ. ഞാൻ പറയണോ? എനിക്ക് യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഒന്നും കൂടി പറയാനുള്ള, നിങ്ങളോടും പറയാനുള്ള കാര്യമാണ്. 2 വിഷയമുണ്ട്. ഒന്ന്, യൂട്യൂബിൽ ആൾക്കാർ ചോദിച്ചു ഈ ചാറ്റിംഗ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല ഇത് സൂമിൽ എങ്ങനെയാണ് ഈ ചാറ്റിങ്ങിനെ കൂടി റെക്കോർഡ് ചെയ്യുന്നത്. എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നുണ്ടെന്ന് പറഞ്ഞു തരണേ. ചാറ്റിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് സൂമിലെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല അത് എങ്ങനെ ചെയ്യുന്നുള്ളത്. രണ്ടാമത്തെ, യൂട്യൂബിൽ കൊടുക്കുമ്പോൾ ചാറ്റിംഗ് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഭയങ്കര സ്പാമിംഗ് ആ പോകുന്നത്. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ 7 മണിക്ക് വീഡിയോ കിട്ടും. ഒന്നുകൂടി കാണാൻ സമയം കിട്ടും. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, അഡ്മിന്മാരെ വിളിക്കുമ്പോൾ സമയം കാലവും ഒക്കെ നോക്കി ഒന്ന് വിളിക്കണേ. 12 മണിക്കും 1 മണിക്കും 2:40 നിങ്ങൾ ഉറങ്ങാതിരിക്കും. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ക്ലിക്കായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയാം. 2:40 വരെയും 3 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ വൈകി ഉറങ്ങിയവൻ, ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾക്ക് പറയാം. വൈകി ഉറങ്ങിയവൻ ടൈപ്പ് ചെയ്ത്, വൈകി ഉറങ്ങുന്നയാൾ നേരത്തെ പോകും. ഒന്നുകൂടി ഓർമ്മിക്കുക. അപ്പം നേരത്തെ പോകണമെങ്കിൽ നിങ്ങൾ വൈകി ഉറങ്ങിക്കോളൂ, നേരത്തെ പോകണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഉറങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, സിമ്പിൾ. അപ്പം എല്ലാവരും മ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കാം. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ്. ഇല്ലല്ലോ, ഒന്നുമില്ലെന്ന് തോന്നല്ലേ? ശരി. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഇന്നത്തെ സെഷനിൽ സ്വാഗതം. ഏറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ഐശ്വര്യത്തോടെയും ശീലമ്മ അത് ഡിലീറ്റ് ചെയ്യൂ. അത് വി ആർ നോട്ട് അക്സെപ്റ്റബിൾ ദാറ്റ്. നേരത്തെ പോകുന്നവൻ ഭാഗ്യവന്മാരെന്ന് ആരും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സ്പിരിച്വാലിറ്റി റോങ് കോൺസെപ്റ്റുകളാട്ടോ. സ്പിരിച്വാലിറ്റി പഠിക്കുമ്പോൾ പൂർണ്ണമായി പഠിക്കാതെ അർദ്ധമായി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനൊന്നുമില്ല. എന്താ പിന്നെ ജനിച്ചെന്ന് തന്നെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? വളരെ ഭാഗ്യവാനല്ലേ? അതിനേക്കാളും വലിയ ഭാഗ്യവാൻ ആരാളെ? ഇങ്ങനെയൊക്കെ പഠിക്കരുത് കേട്ടോ. കുറേ അബദ്ധ ധാരണകൾ ഈ സ്പിരിച്വാലിറ്റി എന്താ പറയുക, വിവരമുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് പോയി കേട്ടോ, സോറി. അപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ഐശ്വര്യത്തോടെയും എല്ലാം ചേർന്ന് ഒറ്റ വാക്കിൽ പറയാം, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു. രാവിലേക്ക് യൂട്യൂബ് കാണുന്നവർക്ക് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരും നൽകുന്ന പിന്തുണ എന്നെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു. അപ്പോൾ നന്ദി. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ബട്ടൺ അമർത്തിക്കൊള്ളുക. നമുക്ക് ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ഇന്നത്തെ വിഷയം?
ആർക്കെങ്കിലും എല്ലാവർക്കും വേണോ ഈ സാധനം? 30 മിനിറ്റ് കൊണ്ട് പറ്റുമോ? ആർക്കും തോന്നുന്നുണ്ടോ? 30 മിനിറ്റ് കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തി മനസ്സിനെ ഒരു അത്ഭുതകരമായ അവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നവർ പറയൂ യെസ്, ഇല്ലാത്തവർ പറയൂ സോറി. എത്ര പേർക്ക് തോന്നുന്നു 30 മിനിറ്റ് കൊണ്ട് മനസ്സിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, കമോൺ കമോൺ, പറ്റുമോ? എന്നാ പിന്നെ എന്തിനാണ് നമ്മൾ, അപ്പോൾ ആൾക്കാർ ഇരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇവിടെ കയറി 2-3 മണിക്കൂർ ഇരിക്കുന്നത്? സാറിന്റെ ക്ലാസ്സിൽ എന്തിനാണ് 30 ദിവസം ഇരിക്കുന്നത്? പൈസ കൊടുത്തിട്ട് എന്തിനാണ് 30 ദിവസം, 1 മാസം, 1 വർഷത്തെ ക്ലാസ് എടുക്കുന്നത്? 30 മിനിറ്റ് കൊണ്ട് പോരെ? ഓക്കെ, പറ്റും. ഇൻക്രീസ് യുവർ എനർജി ലെവൽ. യെസ്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യേണ്ട 30 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യുന്നു എന്നും കൂടി ഇപ്പൊ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. കാരണം ഇതിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് ഈ പാർശ്വം പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് 30 മിനിറ്റ് അത് പ്രാക്ടീസ് ചെയ്യാം. പറ്റിയില്ലെങ്കിൽ ഇന്ന് നടക്കില്ല, നമുക്ക് നാളെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നാളെ രാവിലെ ഇതേ സാധനം വേണമെങ്കിൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ വൈകിട്ട് സെഷൻ തീരുമാനിക്കാം. പറ്റുമെങ്കിൽ നോക്കാം കേട്ടോ. ഇപ്പോൾ 9:30 മണിയായി. 10:30 മണി വരെ ഇരിക്കാൻ പറ്റും. അരമണിക്കൂറിന് ഞാനത് വിശദീകരിച്ച് തീർക്കാൻ പറ്റിയാൽ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളെ മാനിഫെസ്റ്റൻ പോലെ ഇരിക്കും കേട്ടോ. അപ്പൊ 30 മിനിറ്റ് കൊണ്ട് മനസ്സ് ഒരു വിസ്മയമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. മനസ്സ് ഒരു വിസ്മയമായ മനസ്സിനെ, അതിനെ സാന്ത്വനപ്പെടുത്താനും ശരീരത്തിനെയും മനസ്സിനെയും ശാന്തമാക്കാനും സഹായിക്കുന്ന ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾ പറഞ്ഞു തരാം. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഈ 5 പ്രോസസ്സുകളാണ് ഇതിനകത്തുള്ളത്. ഈ 5 പ്രോസസ്സുകൾ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞൻ ഇവിടെ ഇരിപ്പുണ്ട്. അവന്റെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇത് ഞാനായിട്ട് ഈ 5 ഞാൻ സ്ഥിരമായി ചെയ്ത് 30 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്തൊരു സാധനമാണ്. അതുകൊണ്ട് ആ ശാസ്ത്രജ്ഞൻ വിളിക്കണ്ട കേട്ടോ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള, അപ്പൊ അറിയാലോ ഞാൻ ഇതാക്കിയെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും. വലിയ PhD പ്രബന്ധങ്ങളൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. എല്ലാം റെഡി അല്ലേ ഇത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ? യെസ്. ആ ശാസ്ത്രജ്ഞന്റെ പേര് യൂട്യൂബ് വീഡിയോ കാണുന്നവർ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കറിയുന്ന ആ ശാസ്ത്രജ്ഞന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള എന്നിട്ട് പ്രോസസ്സിന് എടുക്കാൻ തയ്യാറാവുക. അപ്പോൾ റെഡി? വൺസ് അഗൈൻ റെഡി ഫോർ ഇറ്റ്? ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യവും ഇതിനകത്ത് ഇല്ല. അപ്പോ മനസ്സിനെ ഒരു വിസ്മയത്തിലാക്കാനും ശരീരവും മനസ്സും ശാന്തമാക്കാൻ 30 മിനിറ്റ് കൊണ്ട് പരിശ്രമിക്കുന്ന വഴികളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മനസ്സിന്റെ ചില പ്രക്രിയകളെ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചായി കുറയും. രാവിലെ നല്ല രീതിയിൽ നിൽക്കും, ഉച്ചയാകുമ്പോൾ കുറച്ച് കുറയും, വൈകിട്ടാകുമ്പോൾ തീരെയില്ല. 4-5 മണിയാകുമ്പോൾ പിന്നെയാണ് ഓർക്കുന്നത്, ഇന്ന് വീണ്ടും ക്ലാസ് ഉണ്ടല്ലോ, എന്നാ പിന്നെ എനർജീസ് ആയി കളയാൻ തോന്നുന്ന അവസ്ഥയിലൊക്കെ ആൾക്കാർ പോകുന്നല്ലേ. അപ്പോൾ മനസ്സിന്റെ പ്രധാനമായ പ്രക്രിയ നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഇതൊന്നും പറയുമ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല, യാഥാർത്ഥ്യത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് ദേ പിടിച്ചോ ശരിയാക്കി കളയാമെന്ന് വിചാരിക്കും, ശരിയാക്കാൻ പറ്റുമെന്ന്. എന്നാൽ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. മനസ്സിന് അതിൻ്റെതായ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇതിനെ ഇതാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് സ്വിച്ചിട്ട് ബൾബ് കത്തുന്ന പോലെ മനസ്സ് കത്തില്ല. അങ്ങനെ ഒരു സംഭവമേ അല്ല മനസ്സ് എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ന്യൂറോൺസും അത്രയും വയറിങ്, കോംപ്ലക്സിറ്റി ഓഫ് വയറിങ് ഉള്ള ഒരു മെത്തേഡാണ് മനസ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നിരന്തരമായ പ്രക്രിയയിലൂടെ, ശ്രദ്ധാപൂർവമായ പ്രോസസ്സിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് അത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു. ഇനിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു.
അപ്പോഴും ഞാൻ പറഞ്ഞു "No, അങ്ങനെ നമുക്ക് നടക്കും, എന്തും മാറ്റാൻ പറ്റും. കാരണം നമുക്ക് ശ്രദ്ധാപൂർവമായ ചില പ്രോസസ്സിലൂടെ കൃത്യമായി നമുക്ക് പറ്റും. ബട്ട് ഇഫ് യു ഹാവ് ആ ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ സിൻഡ്രം ഉണ്ടെങ്കിൽ, മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ ബ്രെയിനിന് ഏതെങ്കിലും രീതിയിലുള്ള മറ്റൊരു സിംറ്റം ഉണ്ടെങ്കിൽ ദിസ് പ്രോഗ്രാമിംഗ് ഇസ് നോട്ട്, അത് പ്രോഗ്രാം കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റംസ് കൃത്യമായ ഫോമിലല്ല എങ്കിൽ നമുക്കത് അത്ര എളുപ്പത്തിൽ പറ്റില്ല. അതിന് തെറാപ്പികൾ ആവശ്യമാണ്. സോ ബിലീവ് ദാറ്റ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു മോട്ടിവേഷണൽ സിസ്റ്റംസ് മാത്രമാണ്, തെറാപ്പി അല്ല. ഞാൻ ഒരു തെറാപ്പികളെയും നിങ്ങൾക്ക് ആർക്കും പഠിപ്പിക്കുന്നില്ല. ഇത് നോർമലായിട്ട് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിനിലെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സൈക്കോളജിക്കലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രെയിൻ സിസ്റ്റത്തിനകത്തോ ഏതെങ്കിലും രീതിയിലുള്ള എറർസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ലെറ്റ് us പ്രാക്ടീസ് ഇറ്റ്. പക്ഷെ എനിക്കതറിയില്ല. അതിന് നല്ല തെറാപ്പിസ്റ്റുകളെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളെ സൈക്കോളജിസ്റ്റുകളെ ഒക്കെ കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ വിഷയം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. സയൻസ് എന്താ പറയുക, മെഡിസിൻസ് പരമായിട്ടുള്ള ഒരു ക്യൂറിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഇവിടെ പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രം ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. മനസ്സ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഓരോ ദിവസവും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും നിറഞ്ഞത് തന്നെയായിരിക്കും. അത് ഇല്ല എന്ന് ആരും വിചാരിക്കരുത്. ഒരു തരത്തിലും സമ്മർദ്ദങ്ങളില്ല എന്നതേ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞ് പോസിബിൾ അല്ല. ഞാൻ ഇന്നത്തെ ദിവസം 3 പ്രാവശ്യം ചൂടായി. ഇന്ന് എൻ്റെ ഓഫീസിൽ 3 തവണ ഞാൻ ദേഷ്യപ്പെട്ടു എൻ്റെ ജോലിക്കാരോട്. കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് ചെയ്തത്. അവിടെ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ ദേഷ്യപ്പെടുക തന്നെ വേണം എന്നുള്ള ബോധം. അല്ലാതെ ദേഷ്യപ്പെടാൻ സദാ പുഞ്ചിരി ചിരിക്കുന്നൊന്നും നടക്കില്ല. പക്ഷെ അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ എപ്പോൾ ചെയ്യണമെന്ന് അറിയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും 30 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നിരന്തരമായ പ്രോസസ്സിലൂടെ 21 ദിവസത്തെ പ്രോസസ്സിലൂടെ നമുക്ക് ഇതൊരു ഭാഗമാക്കി മാറ്റാൻ പറ്റും. ആ ഭാഗമാക്കി മാറ്റുമ്പോൾ വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ 90% വിഷയങ്ങളും ലഘൂകരിച്ച് പോകും. വാക്കുകൾ കൃത്യമായി എടുക്കണം. ലഘൂകരിച്ച് പോകും. ഇല്ല എന്നല്ല, വിഷയങ്ങളുണ്ടാവും. അവിടെ അതിനെ ലഘൂകരിക്കാൻ നമുക്ക് ലൈറ്റായിട്ട് നമ്മൾക്ക് എടുക്കാൻ തുടങ്ങും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ എന്താ പറയുക ശരീര പ്രവർത്തനവും തമ്മിൽ യോജിക്കുമ്പോൾ, ഒരേ തരത്തിൽ പോകുമ്പോൾ ഇതൊന്നും വലിയ വിഷയമായി തരില്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടുകയും നമ്മുടെ ചിന്തകൾ വല്ലാണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷൻസ് ഒക്കെ മാറും. ആക്ഷൻസ് ഒക്കെ മാറുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത്. ചിലപ്പോൾ ആക്സിലേറ്റർ കൂടുതൽ ചവിട്ടും, അത് കഴിഞ്ഞ് ചവിട്ടുന്ന ബ്രേക്കിന്റെ ഇത് കൂടും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ ടെൻഷൻ വരും. ബാക്കിൽ അവൻ ഓർണടിക്കും, മറ്റേ സൈഡിൽ അവൻ പറഞ്ഞ് എന്ത് കാണിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് വീണ്ടും ടെമ്പർ കൂടും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവില്ല. ഇനി പോയിന്റിലേക്ക് വരാം. എന്തൊക്കെയാണ് ഈ 5 സ്റ്റെപ്പുകൾ എന്ന് പറയാം. ആർക്കൊക്കെ അറിയാം? സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യേണ്ട 5 സ്റ്റെപ്പുകൾ ഒന്ന് പറയാമോ? എനിബഡി നോസ് ഇറ്റ്? ഒന്ന് പറഞ്ഞു നോക്കിയേ എൻ്റെ സ്റ്റുഡൻസുകളൊക്കെ. ഏതൊക്കെ ശരിയാവും നോക്കും. ഇതെല്ലാം നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഏകദേശമാണ് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ തന്നെയായിരിക്കും. പോരട്ടെ 5 പറയണേ. 5 പറയണേ, 1 മാത്രമല്ല 5 പറയണം. എത്ര പേർക്ക് അറിയാൻ പറ്റും നോക്കട്ടെ. വരട്ടെ. വരുന്നുണ്ട്, ഒന്നൊന്നായിട്ട് വരുന്നുണ്ട്. എല്ലാം കൂടി കറക്റ്റ്, വേറെ ഒന്നുമില്ല. പുതിയതൊന്നും ദിനേശ് സാറിനോട് പഠിപ്പിക്കാനൊന്നുമില്ല. ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് പലതും അവിടെ ഇവിടെ അറിഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പാക്കാക്കി, അല്ലെങ്കിൽ ബ്രെഡ് അവിടെ കിടക്കുന്നുണ്ട്, മുട്ട ഇവിടെ കിടക്കുന്നുണ്ട്, ക്രീം ഇവിടെ കിടക്കുന്നുണ്ട്, സലാഡ് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും എടുത്തു കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു പ്രസ് ചെയ്ത് വെക്കുന്ന അവസ്ഥ അല്ലേ? എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതാണല്ലോ സലാഡ് അല്ലെ, സാൻഡ്വിച്ച്. ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇതെല്ലാം ഇവിടെ പറഞ്ഞൊക്കെ ഉണ്ട്, കറക്റ്റാണ്. ഓക്കെ, ഒന്ന് എഴുതിക്കോളൂ. ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ കാര്യം,
യെസ് യെസ്, ജസ്റ്റ് എവറിഥിങ് ഇസ് കമ്മിങ്. ഞാനായിട്ട് പുതിയ ഒന്നും ഉണ്ടാക്കണ്ട, എല്ലാം ഇവിടെ തന്നെ വരുന്നു. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അതായത് ലക്ഷ്യം നിർണയം, ഗോൾ എന്താണ് എന്ന് ചിന്തിക്കുക. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ഇൻറ്റൻഷൻ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ആദ്യം നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇൻറ്റൻഷൻ എന്ന പോലെ ലക്ഷ്യനിർണയം എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ് ലക്ഷ്യനിർണയം? ഒരു വ്യക്തിക്ക് ലക്ഷ്യം നിശ്ചയിക്കുന്നത് മാത്രമല്ല, അവയെ ശാസ്ത്രീയമായി സയന്റിഫിക്കലി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതും ആവശ്യമാണ്. അതായത് എനിക്കിന്ന് ഓഫീസിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കണം, ഇതൊരു സിമ്പിൾ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നല്ലൊരു ഭർത്താവായി മാറണം എന്നുവെച്ചാൽ, ഇന്നലെ ഞാൻ അല്ലാന്നല്ലോ കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം, നാളെ ഞാൻ ആണെന്നല്ല, ഇന്ന് എനിക്കതൊരു ജസ്റ്റ് ഒരു ലക്ഷ്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ നല്ല ഭാര്യയായി ഇരിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഒരു നല്ല മകനായിരിക്കണം, നല്ല അച്ഛനായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പൈസഡ് നല്ല ടീച്ചറായിരിക്കണം, ഇന്ന് എനിക്ക് നന്നായി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റണം എന്ന് പറയുന്ന ഒരു നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുക. റെഡിയായോ? അപ്പോൾ ചെറുതാവാം വലുതാവാം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് സദാസമയവും നമ്മുടെ മനസ്സിലുണ്ടാവണം. വാട്ട് യു ആർ ഗോയിങ് ടു ഡു ദ നെക്സ്റ്റ് മിനിറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലക്ഷ്യം എന്ന് വെച്ചാൽ, അല്ലാതെ ആഫ്റ്റർ 1 ഇയർ എന്ത് ചെയ്യുന്നു അതൊക്കെ എൻ്റെ പാട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെപ്പോഴും ഓർമ്മ വേണം എവിടേക്കാണ് ഞാൻ പോകുന്നത്, എന്താണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന പോലുള്ള വരുമാനം വേണ്ടവർക്ക് വരുമാനമാവാം, എന്ത് തന്നെ ആയാലും എപ്പോഴും അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതിനാണ് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത്, സെറ്റിംഗ് ദ ഗോൾ എന്ന് പറയുന്ന സംഭവം. ഇത് റെഡിയാണല്ലോ? സോ നമുക്കത് എത്ര സമയം എടുക്കും എഴുതി വെച്ചോളൂ. ഇങ്ങനെ ഒരു സാധനം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എഴുതാനായിട്ട് എത്ര സമയം എടുക്കും? എനിബഡി ക്യാൻ സേ ദാറ്റ്? നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ആഗ്രഹം, ലക്ഷ്യം എന്താണെന്ന് എഴുതാൻ നിങ്ങൾക്ക് എത്ര മിനിറ്റ് എടുക്കും? ഒന്ന് എഴുതി നോക്കിയേ, എത്ര മിനിറ്റ് എടുക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒന്ന് എഴുതാൻ നിങ്ങൾക്ക് എത്ര മിനിറ്റ് എടുക്കും രാവിലെ? പോരട്ടെ. യെസ്, അത് നമുക്ക് 30 മിനിറ്റിലേക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കണ്ടേ ഇപ്പൊ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എടുക്കണ്ടേ, അല്ലേ? ഹാർഡ്ലി ഞാൻ പറയാം, ഒരു മാക്സിമം എടുത്താൽ 2 മിനിറ്റ് നേരം എടുക്കും. ആലോചിക്കാനൊന്നുമില്ല, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 മിനിറ്റ് എടുത്തോളൂ, 3 മിനിറ്റ് എടുത്തോളൂ. 2 മിനിറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, ആവറേജ് ആവും. റെഡിയല്ലേ? 2 മിനിറ്റ് അവിടെ കഴിഞ്ഞല്ലോ. ഇനി അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണല്ലോ, റൈറ്റ്? കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കറക്റ്റായി. യെസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലക്ഷ്യം നിർണയിച്ച പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്കത് നേടാനുള്ളൊരു ഊർജം വേണം, ആത്മവിശ്വാസം വേണം, അല്ലേ? ഇതെനിക്ക് ലഭിക്കുമെന്നുള്ള കോൺഫിഡൻസ് വേണം, അല്ലേ? എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ലഭിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് അഫ്രിമേഷൻസ് എന്ന് പറയുന്നത്. സ്ഥിരീകരണങ്ങൾ. ഇത് ഉറപ്പിക്കുകയാണ്. സ്ഥിരീകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കും. എന്താണ് സ്ഥിരീകരണങ്ങൾ? നമ്മളിങ്ങനെ സ്ഥിരീകരണം എടുക്കുക. ഞാൻ ഒരുപാട് സമാധാനം അനുഭവിക്കുന്നു, എൻ്റെ മനസ്സിൻ്റെ മുഴുവൻ നിയന്ത്രണം എൻ്റെ കൈവശമാണ്, ഞാൻ ഒരു ധനവാനാണ്, ഞാനൊരു നല്ല ടീച്ചറാണ്, ഞാനൊരു നല്ല ബിസിനസ്സുകാരനാണ്, പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ഒരു സ്ഥിരീകരണം നമ്മളെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വെക്കാം. ഞാനൊരു നല്ല അമ്മയാണ്, ഞാനൊരു നല്ല കുക്കാണ്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മതി, വലിയ സിസ്റ്റത്തിലേക്കൊന്നും പോകണ്ട. അപ്പോൾ നമ്മുടെ ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസവും വേറെ ഒരു സാധനം അവിടെ കൂട്ടും. ഈ അഫർമേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരു സാധനം കൂട്ടും. അതാണ് നേരത്തെ ജയപ്രകാശ് പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നല്ല, മലയാളത്തിൽ അതിനൊരു കാര്യം പറയും. അഫർമേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളിൽ ഒരു സാധനം കൂടി വരും.
ആത്മവിശ്വാസമല്ലാതെ അയാളിൽ ചൈതന്യം എന്ന് പറയുന്ന ഒരു കാര്യം ചേർന്ന് വരും. ആത്മീയതയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചൈതന്യം. അറിയോ ചൈതന്യം എന്താണെന്ന് അറിയാമല്ലോ? ചൈതന്യം, യെസ്, അത് കൂടി വരും. ബിക്കോസ് അത് നമ്മുടെ ഗ്ലോ അല്ലെങ്കിൽ ഓറ എന്ത് വിളിച്ചാലും അതൊരു ആത്മവിശ്വാസത്തിൽ നിന്നും ബിൽഡ് ചെയ്ത് വരുന്ന ആത്മവിശ്വാസത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ചൈതന്യം എന്ന് പറയുന്നത്. നമുക്ക് എന്നും പോസിറ്റീവ്നെസ്സും ആത്മവിശ്വാസവും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടാണ് നമ്മളിൽ ഉണ്ടാവുന്ന ചൈതന്യം. നിങ്ങൾക്ക് ഇവിടെ ചൈതന്യമുള്ള ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? സ്ഥിരം ചൈതന്യം വിടരുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അഫർമേഷൻസിന്റെ ഏറ്റവും വലിയ റിസൾട്ട്. താങ്ക് യു. ഇത് സ്ഥിരമായ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ് ഈ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ഇതിലൂടെ പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു. ഇതിൻ്റെയൊക്കെ സയൻസ് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ന്യൂറോൺസ് ഫയേർഡ് ആൻഡ് വയേർഡ് ടുഗദർ ആണെന്ന് അറിയണം. ആ ഒറ്റ ഫോർമാറ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് സംഭവിക്കുന്നത് ന്യൂറോൺസിലാണ്. അപ്പോൾ മനസ്സിനെ ശക്തമായി തന്നെ നമുക്ക് അതിൽ പാകപ്പെടുത്താൻ സാധിക്കും. എത്ര മിനിറ്റ് എടുക്കും നിങ്ങൾക്ക് അഫർമേഷൻ എഴുതാൻ? നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻസ് സ്ഥിരമായി ഇപ്പോൾ കുറേ അഫർമേഷൻ ഞാൻ മെഡിറ്റേഷൻ ഗ്രൂപ്പിലും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ അഫർമേഷൻ ഞാൻ പബ്ലിക് ഗ്രൂപ്പിലും തരുന്നുണ്ട്. അതുപോലെ അഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കും. അഫർമേഷൻസ് എഴുതാൻ ചെറിയ അഫർമേഷൻ മതി. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഒരുപാട് സമാധാനം അനുഭവിക്കുന്നു. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു അഫർമേഷൻ എഴുതി വെച്ചോളൂ. ഞാൻ ഒരുപാട് ഞാൻ സമാധാനം അനുഭവിക്കുന്നു. ഒരുപാടൊന്നും വേണ്ട. ഞാൻ സമാധാനം അനുഭവിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ലക്ഷ്യം നേടുന്നു. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു. അങ്ങനെയുള്ള ഏത് അഫർമേഷൻ, അല്ലെങ്കിൽ ഞാനൊരു ധനവാനാണ്, ഞാനൊരു മണി മാഗ്നറ്റ് ആണ് എന്നുള്ള ഒരു 3-4 അഫർമേഷൻസ് നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് അന്നത്തെ കാര്യത്തിൽ സെറ്റായി കഴിഞ്ഞു. ഇത് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ എടുത്താൽ ഒരു 2 മിനിറ്റും കൂടി എടുക്കും. അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം 2 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റും അല്ലേ? 2 മിനിറ്റായി. ഇനി നമുക്ക് വേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? ഇതിപ്പോൾ നിങ്ങൾ എഴുതിയല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലക്ഷ്യം കൂടി എഴുതിയിട്ടുണ്ടാവും. അഫർമേഷൻ ഇപ്പോൾ 2-3 ഞാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ടാവും. നമുക്ക് കൂടെ തന്നെ ഇത് ചെയ്തു പോകാം കേട്ടോ. പക്ഷെ ഒരു വിഷയമുള്ളത്, യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഞാൻ ഒരു അഭ്യർത്ഥന, ഇത് കൂടെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്നിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം വണ്ടി ഓടിക്കുമ്പോഴോ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒക്കെ യൂട്യൂബ് കാണുമ്പോൾ ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് ടഫാണ്. ഞാൻ വെച്ചു ഇത് ഒന്നുകൂടി മിക്സപ്പ് ചെയ്ത് തന്നെ പോകാമെന്ന്. ഇനി അടുത്ത 5 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു പരിപാടിയാണ് പറയാൻ പോകുന്നത്. റെഡിയാണോ? കുറച്ച് വിഷയമാണ്. 5 മിനിറ്റ് കുറച്ച് വ്യത്യാസമാകും. ഇപ്പോൾ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തപ്പെടും നിങ്ങൾ. റെഡി ആണെങ്കിൽ മാത്രം, എല്ലാവരും റെഡി ആണെങ്കിൽ ക്യാമറയൊക്കെ ഫോണൊക്കെ ഒരു സ്ഥലത്ത് വെച്ചോളൂ. സ്വസ്ഥമായി ഇരുന്നോളൂ. 5 മിനിറ്റ് നേരം ചില കുസൃതികൾ ഇവിടെ കാണും. ക്യാമറ ഓൺ ചെയ്യാത്തവരോടൊക്കെയുള്ള അഭ്യർത്ഥനയാണ്, കഴിയുന്നതും ക്യാമറ ഓൺ ചെയ്യുക. ചെയ്തില്ലെങ്കിലും വിഷയമില്ല. പക്ഷെ ചില കുസൃതികളാണ് കാണിക്കാൻ പോകുന്നത്. റെഡി? ബിന്ദു ഉണ്ടോ ഇവിടെ? യോഗ ടീച്ചർ ഉണ്ടോ ഇവിടെ? ബിന്ദു യോഗ ഇല്ലല്ലോ? ഇല്ല. ഇനിയുള്ള 5 മിനിറ്റ് നേരം എക്സസൈസ് ആണ്. ശരീരത്തിന് കൃത്യമായി അനക്കുക എന്ന എക്സസൈസ്. രഞ്ജിത്തും ആശയും ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്ന് മാറിയിരുന്നോ, അല്ലെങ്കിൽ ഒറ്റയടി കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കും. മൂക്കൊക്കെ അങ്ങ് തരിക്കും. അതുകൊണ്ട് മാറി നിന്നോ കുറച്ചേട്ടാ. ബാക്കിയുള്ളവർ ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും ഇവിടെ ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. കാരണം എക്സസൈസ് കൈയും കാലും അങ്ങോട്ട് വയ്ക്കുമ്പോൾ മറ്റാളുടെ മുഖത്തേക്ക് അടിക്കും. പിന്നെ അതൊരു ചാൻസായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണ്ട. അടുത്ത കുടുംബ കലഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കണ്ട. അതുകൊണ്ട് കൃത്യമായി ഗ്യാപ്പ് ഇട്ടോളൂ. ഓക്കെ? കാരണം ഇത് 30 മിനിറ്റും ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ.
റെഡിയാണ് എല്ലാവരും? ചെറിയ എക്സസൈസ് മാത്രം. ഒന്ന് എല്ലാവരും കൃത്യമായി ഇരിക്കുക. നല്ല ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഒരു 3 തവണ പോവുക. റെഡി? ബ്രീത്ത്. റെഡി അല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. 4+4+4 ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 സെക്കൻഡ് ശ്വാസം അകത്തോട്ട് വലിച്ചിടുക, 4 സെക്കൻഡ് അവിടെ നിർത്തുക, 4 സെക്കൻഡ് പുറത്തോട്ട് തള്ളുക, 4 സെക്കൻഡ് ഒന്നും ചെയ്യാതിരിക്കുക. ഇത് 3 തവണ ചെയ്യണം. 4 സെക്കൻഡ് വലിക്കാൻ ഞാൻ പറയാം. 4 സെക്കൻഡ് ശ്വാസം അകത്തോട്ട് വലിക്കുക. ഇങ്ങനെ വലിച്ചാൽ പോരാ, വെറുതെ ഇങ്ങനെ വലിച്ചാൽ പോരാ. ശക്തമായി 4 സെക്കൻഡ് വലിച്ചിട്ട് ഫുള്ളാക്കുക ശ്വാസം. എന്നിട്ട് 4 സെക്കൻഡ് അവിടെ ഒന്നും ചെയ്യാതിരിക്കുക. അത്ര ഈസിയാന്ന് കരുതണ്ട ആദ്യമായിട്ടുള്ളവർക്ക്. എന്നിട്ട് 4 സെക്കൻഡ് ഈ സാധനത്തെ പുറത്തോട്ട് തള്ളുക. വീണ്ടും 4 സെക്കൻഡ് ഒന്നും ചെയ്യാതിരിക്കുക. ടെക്നിക്കിന്റെ പേര് 4-4-4-4. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? അപ്പൊ കണ്ണടച്ചോളൂ. സെക്കൻഡ് ഞാൻ എന്തായാലും വാച്ച് സെക്കൻഡ് ക്ലോക്ക് വെക്കുന്നില്ല, നിങ്ങളുടെ ഉചിതമായ രീതിയിൽ ചെയ്യുക. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ കേട്ടോ. ഓക്കെ, റെഡി? വൺ. വീണ്ടും. പൂർണ്ണമായും പുറത്തോട്ട് ശ്വാസം വിടുക. പൂർണ്ണമായും പുറത്തോട്ട് ശ്വാസം വിടുമ്പോൾ വയറൊക്കെ ഒന്ന് ഒട്ടും. മുഴുവനായും പുറത്തോട്ട് അവിടെ തന്നെ നിൽക്കുക, അനക്കമില്ലാതെ നിൽക്കുക. ഓക്കെ, തേർഡ് ടൈം. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി കൈകളൊന്നെടുക്കുക, കൈ ഒന്ന് അനക്കുക, കൈയൊക്കെ ഒന്ന് കുലുക്കുക. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബോഡിയെ മുഴുവൻ ഷെയ്ക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഇരുന്നിടത്ത് ഷെയ്ക്ക് ചെയ്യുക. തലയൊന്ന് കറക്കുക, ഇടത്തോട്ടും വലത്തോട്ടും കഴുത്ത് ചലിപ്പിക്കുക, തല മുന്നോട്ടും പുറകിലോട്ടും ചലിപ്പിക്കുക, കൈ ഒന്ന് ചുറ്റുക. ബോഡി മുഴുവനായിട്ട് ഇളകണം. എങ്ങനെ നിങ്ങൾക്ക് ഇളക്കാവോ അങ്ങനെയൊക്കെ ഇളക്കിക്കോളൂ കേട്ടോ. ബോഡി മുഴുവനായിട്ടും, സൂമിൽ അതിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ബോഡി മുഴുവനായിട്ട് ഇളകണം. എവിടെയും ബാക്കിയാവരുത് ഏത് ഭാഗവും. യെസ്. കൈ മണിക്കണ്ടത്തിൽ പിടിച്ചുകൊണ്ട് കൈ ഒന്ന് കറക്കുക. രണ്ട് കാലും കൈ ശരിക്കും ഇറക്കുക. എഴുന്നേറ്റ് നിന്നാൽ അത്രയും നല്ലത്. എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് ചെയ്തു. നിങ്ങളെല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നവർക്ക് അത്രയും എഴുന്നേറ്റ് ചെയ്തു. എല്ലാവരും എഴുന്നേറ്റ്. ഞാനിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ആവില്ല. നോ പ്രോബ്ലം, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ്. ക്യാമറയിൽ കാണുന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് അനങ്ങട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. കൈയും കാലും, യെസ്, കൈയും കാലും ഒക്കെ ഇളകട്ടെ. ഓരോ ഭാഗവും, ശരീരത്തിൽ ഓരോ ഭാഗവും ഇളകട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഈ പരിപാടി നിൽക്കരുത്. നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആരും ഇത് ചെയ്യരുത്. വണ്ടി നിർത്തിയിട്ട് ഫുൾ ഒന്ന് ജമ്പ് ചെയ്തേ. പ്രസാദ് ഒന്ന് നന്നായിട്ട് ജമ്പ് ചെയ്തേ. പ്രസാദ് ജംപ് 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 ജംപ്. യെസ് യെസ് യെസ്, എല്ലാവരും ജമ്പ് ചെയ്ത്. ജംപ് ജംപ് ജംപ്. ബോഡി മുഴുവൻ ഇളകണം, എവിടെയും ബാക്കിയാക്കരുത്. ഓരോ ഭാഗവും ഇളകുന്ന രീതിയിൽ ആ ജമ്പ് ചെയ്യുമ്പോൾ കൈ ഒന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്തു. സിമ്പിളാണ് ഇത്. ഞാൻ ഒരു സിസ്റ്റമാറ്റിക് ഒന്നും അല്ല. ഇത് വെറുതെ നമ്മുടെ ശരീരത്തെ അനക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ്. യെസ്, കമോൺ. ആരാ തീരെ പോകുന്നില്ലല്ലോ? സനീഷെ, അനക്കം വരുന്നില്ല സനീഷെ. ആ, ബാബുജിക്ക് അതൊന്നും ഒരു വിഷയമല്ല, അവിടെ സ്റ്റാച്ചു ആണ്. ഓക്കെ, ശരി. കമോൺ, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്.
മതി. ഇരുന്നോളൂ. അല്ല, റെസ്റ്റ് 2 minutes. ഇനിയാണ് നമ്മൾ പോകുന്നത്. കണ്ണടച്ചിരുന്നോളൂ. സൂപ്പർ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനിലേക്ക് പോവാണ്. കണ്ണടച്ചിരുന്നോളൂ. 10 minute മെഡിറ്റേഷൻ. ഓക്കെ, കമോൺ, റിലാക്സ്. ഒന്ന് ബ്രീത്ത് ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. റിലാക്സ്. ഇരിക്കുകയോ കിടക്കുകയോ, നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. നമ്മൾ ധ്യാനം ആരംഭിക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ക്ഷേമവും ഐശ്വര്യവും നിലനിർത്താനായിട്ട് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന പ്രക്രിയയാണ് ധ്യാനം. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ പിടിക്കുക. ധ്യാനം ആരംഭിക്കാം. പതുക്കെ ശ്വാസം അകത്തോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. സാധാ ശ്വാസപ്രക്രിയ 3 തവണ ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം അകത്തോട്ടെടുക്കുകയും വായിലൂടെ പുറത്തോട്ട് വിടുകയും ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവധാനത്തിൽ നിങ്ങളുടെ ശ്വാസം ദീർഘനേരം നിൽക്കുന്നതും ശ്വാസം പുറത്തോട്ട് വിടുന്നതും ദീർഘമാകുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കാം. സാധാ ശ്വാസപ്രക്രിയ നടക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നെറ്റിയിൽ ഊഴുന്നുക. വീണ്ടും ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ ശ്രദ്ധ നിങ്ങളുടെ കൺപോളകളിലേക്ക്, നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടയുന്നതായും അറിയുക. താഴോട്ട് വീണ്ടും ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ കവിൾത്തടങ്ങൾ, നാവ്, കഴുത്ത്, താടിയെല്ലുകൾ എല്ലാം റിലാക്സ് ചെയ്യുന്നത് മനസ്സിലാക്കുക. വീണ്ടും ശ്വാസപ്രക്രിയയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കഴുത്ത്, ഷോൾഡർ എല്ലാം റിലാക്സ് ചെയ്യുന്നത് അറിയുക. വീണ്ടും ശ്വാസപ്രക്രിയ തുടരുമ്പോൾ കൈകൾ രണ്ടും, കൈപ്പത്തിയും റിലാക്സ് ആവുന്നത് മനസ്സിലാക്കുക. വീണ്ടും ശ്വാസപ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പുറംഭാഗത്തെ പേശികൾ, വയറ്, ഇടുപ്പ് എല്ലാം റിലാക്സ് ആവുന്നത് അറിയുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ ഷോൾഡറിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും നിങ്ങൾ ഭാരം കുറഞ്ഞൊരു വസ്തുവായി മാറുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നു. തുടർന്ന് ശ്വാസപ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ തുടകൾ, മുട്ടുകാലുകൾ, കാൽപാദങ്ങൾ, കാൽവിരലുകൾ എല്ലാം റിലാക്സ് ആയിരിക്കുന്നു. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ റിലാക്സ് ആയിരിക്കുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇപ്പോൾ നിങ്ങൾ ഭാരമില്ലാത്തൊരു വസ്തുവായി മാറിയിരിക്കുന്നു. ഇരുട്ട് പ്രാപിച്ച ഒരു രാത്രി, നിലാവുകളില്ലാത്ത
നക്ഷത്രങ്ങളുടെ വെളിച്ചമില്ലാത്ത ആകാശത്തിലൂടെ ഞാനൊരു ഭാരമില്ലാത്ത വസ്തുവായി ഒഴുകുകയാണ്. അന്തരീക്ഷത്തിൽ ആകെ മേഘങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരു ചെറിയ കുളിർക്കാറ്റ് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നു. അത് എന്നെ തഴുകുകയാണ്, എന്നെ സാന്ത്വനപ്പെടുത്തുകയാണ്. ഒരു നേരിയ കാറ്റ് അനുഭവപ്പെടുന്നു. ഞാൻ ഭൂമിയിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏതോ ഒരു സുഗന്ധം എൻ്റെ മൂക്കിൽ ചൊടിയിലൂടെ അകത്തോട്ട് കയറി വരുന്നു. അതെ, ഞാൻ ആത്മാവ് മാത്രമാകുന്നു. ആത്മാവാകുന്ന ഞാൻ ഭൂമിയിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുന്നു. എൻ്റെ ശരീരം ഞാൻ ഭൂമിയിൽ ഉപേക്ഷിച്ച് ആകാശത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു വെളുത്ത പുകച്ചുരുളുകൾ മാത്രമായി മേഘങ്ങൾക്കൊപ്പം നീങ്ങുകയാണ്. ഭൂമിയിൽ ഞാൻ അനുഭവിച്ച എല്ലാ അനുഭവങ്ങളും വളരെ ലളിതമായി എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. ഞാൻ ഇന്നലെ വരെ കരുതി വെച്ച എല്ലാ ഭാരങ്ങളും എന്നിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. ജീവിതം വളരെ ലളിതമാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം പോലും ഇല്ലാതായിരിക്കുന്നത് പോലെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഞാനിപ്പോൾ നിർമ്മല ഹൃദയനും എല്ലാത്തിനെയും അംഗീകരിക്കുന്നവനുമാണ്. ആത്മാവാകുന്ന എനിക്ക് ഒന്നിനോടും പ്രതിപത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. ഈ പ്രകൃതി എല്ലാത്തിനെയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ പ്രകൃതിയുടെ ഭാഗമായ ഞാനും എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഐ ലവ് എവ്രിതിങ്, ഐ ആക്സെപ്റ്റ് എവ്രിതിങ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുകയും ഞാനും അവരും സന്തോഷത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ജീവിത പരമസത്യമായ സന്തോഷത്തെ എനിക്കിപ്പോൾ ലളിതമായി ആസ്വദിക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞു പോയ ഇന്നലകളെ ഞാൻ പുറത്തു കൊടുക്കുന്നു. വരാനിരിക്കുന്ന നാളുകളെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഭാരമില്ലാത്ത വസ്തുവായി എല്ലാം ആസ്വദിക്കുന്നു. ഈ മെഡിറ്റേഷനിലൂടെ ഞാൻ സന്തോഷവും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ക്ഷേമവും ഐശ്വര്യവും നിലനിർത്തിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. എനിക്ക് എന്നും ശാന്തിയും സമാധാനവും ജീവിത സമ്പാദ്യമായി കൂടെ ഉണ്ടാകുന്നു. ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ സ്നേഹസ്വരൂപനാണ്, ഞാൻ ക്ഷമയുള്ളവനാണ്, ഞാൻ എൻ്റെ ആത്മസ്വരൂപമാണ്. ഞാൻ എന്നെ അതിയായി സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അതിയായി ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഈ മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര എത്ര മനോഹരം! ഭാരമില്ലാത്ത വസ്തുവായി ഞാൻ ഈ യാത്ര കുറച്ചു നേരം കൂടി തുടരുകയാണ്.
ഓക്കെ, ഇനി അടുത്തന്നെ ഇരിക്കൂ, ഒന്നും മാറണ്ട, അവിടെ തന്നെ ഇരിക്കൂ. ഇനി അടുത്ത 5 മിനിറ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്താണോ ആദ്യം എഴുതിയത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. വേണമെങ്കിൽ ഒന്നുകൂടി പുസ്തകം നോക്കുക, മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരിക. എന്നിട്ട് അത് അനുഭവിക്കുന്നതായി ചിത്രീകരിക്കുക. ആ അനുഭവം ചിത്രീകരിക്കുക. അടുത്ത 5 മിനിറ്റ് ഞാനൊരു ഇവിടുന്ന് ഒരു മ്യൂസിക് തരും. ആ മ്യൂസിക്കിന്റെ ശബ്ദത്തിൽ നിങ്ങൾ അത് മുഴുവൻ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾ അറിയുക. ഈവൻ ഞാൻ ഇന്നൊരു ബിരിയാണി കഴിക്കാനാണ് ആഗ്രഹിച്ചെങ്കിൽ ആ ബിരിയാണിയുടെ സ്മെല്ല്, ആ ബിരിയാണി കഴിക്കുന്ന സമയം, കഴിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവം, അല്ലെങ്കിൽ ഒരാൾ 10 ലക്ഷം രൂപ തരുന്നതാണ് നിങ്ങൾ എഴുതി വെച്ചതെങ്കിൽ ആ കാശ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന മെസ്സേജ്, ക്രെഡിറ്റഡ് ടു എന്ന് പറഞ്ഞ മെസ്സേജ്, അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവിക്കുക. കാണുക, കേൾക്കുക, സ്പർശന സുഖമുള്ള കാര്യമാണ് സ്പർശന സുഖം അനുഭവിക്കുക, അല്ലെങ്കിൽ സ്മെല്ലുള്ളതാണ് സ്മെല്ല് കിട്ടാണ് സ്മെല്ല് എടുക്കുക. മറ്റെന്താണോ അതിൻ്റെ അനുഭൂതി, നിങ്ങൾക്ക് ആ സാധനവുമായി ബന്ധപ്പെട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണോ അനുഭൂതി അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ മ്യൂസിക് കേട്ടിട്ട് നിങ്ങളിരിക്കുക. അങ്ങനെ എല്ലാവരും റെഡി? ഗോ ബാക്ക്. നിങ്ങൾ എന്താണോ വിചാരിച്ചത് അത് ഒന്നുകൂടി വെക്കുക കേട്ടോ. ഞാൻ പ്ലേ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ മ്യൂസിക് ഒന്നുകൂടി. എല്ലാവരും അത് കൃത്യമായി മനസ്സിൽ കൊണ്ടുവരൂ. മനസ്സ് കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക ആ സംഭവം. നിങ്ങൾക്കത് കാണുന്ന പോലെ നിൽക്കുക. ഇനി അടുത്ത 5 മിനിറ്റ് നേരം ഇതേപോലെ ഇരിക്കുക. മ്യൂസിക് പിറകിൽ വരും, പക്ഷെ നിങ്ങളുടെ വിഷ്വലൈസേഷൻ മാറരുത്. നിങ്ങളത് മുഴുവൻ അനുഭവിക്കുക, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക, ഒക്കെ എക്സ്പ്രസ് ആയി വരട്ടെ കേട്ടോ. നിങ്ങളുടെ എക്സ്പ്രഷനിൽ തന്നെ വന്നോട്ടെ, അതേപോലെ വന്നോട്ടെ കേട്ടോ. റെഡി?
നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടി എന്നുള്ള അനുഭൂതിയോടുകൂടി, നിങ്ങൾ ലക്ഷ്യം ഇന്ന് മുഴുവൻ സാക്ഷാത്കരിച്ചു എന്നുള്ള അനുഭൂതിയോടുകൂടി നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. നല്ല സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, വളരെ ഊർജ്ജസ്വലമായി, പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കുക. പൂർണ്ണമായ പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കുക. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈക്കുള്ളിലാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈക്കുള്ളിലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിങ്ങളുടെ വിചാരം മാത്രമാണ് നിങ്ങളുടെ ജീവിതം. ശരിയായി വിചാരിക്കുക, ശരിയായി ചിന്തിക്കുക, ജീവിതത്തിൽ അതായി തീരുക. താങ്ക് യു. ഒരുപാട് ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ കിട്ടാതെ എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ എന്തായിരിക്കും ഫലം? അരമണിക്കൂർ നേരം മാത്രം. അരമണിക്കൂർ നേരത്തെ പറഞ്ഞപ്പോൾ അരമണിക്കൂർ ആയിട്ടില്ല, 30 മിനിറ്റ്സ് ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് 26 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. 2 മിനിറ്റ് 2 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 5 മിനിറ്റ് 15ഉം 5ഉം 10ഉം 20ഉം 24 മിനിറ്റേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടി ഇതാക്കുമ്പോൾ 30 മിനിറ്റ് ആകും. ഇതെല്ലാ ദിവസവും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് ആലോചിച്ചോ. സാധിക്കില്ലെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? ഇനി നേരത്തെ എക്സിറ്റ് ചെയ്ത് പോയവർക്കും സാധിക്കില്ലെന്ന് തോന്നിയവർക്കുമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് സാധിക്കാത്തവർ, ഇതൊക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയൊന്നല്ല ഈ ക്ലാസ് വിചാരിച്ചത്. ഇത് അവസാനം എല്ലാം ക്ലാസ് വിശദമായി പഠിപ്പിച്ചതിന് ശേഷം ഇത് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ഇരിക്കും അങ്ങനെ ആയിരിക്കും സംഭവിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഓരോ കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നേരെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഷിഫ്റ്റായി, നേരെ മെഡിറ്റേഷൻ കൊണ്ടുപോയി, നേരെ അഫർമേഷൻ പറഞ്ഞു, ഫ്ലൂട്ട്. ഇതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ് നടന്നത്. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിത് പറ്റാത്തവർക്കുള്ള പരിപാടിയാണ് പറഞ്ഞത്, ജേണി ടു ഹാപ്പിനെസ്. അതിലൂടെ മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റുക, അതിനെ ക്ലൻസ് ചെയ്യുക. എന്നിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമോ ലഭിക്കില്ലേ? ഒന്ന് പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുമോ ലഭിക്കില്ലേ? റെക്കോർഡ് തരില്ലല്ലോ. ഏതിന്റെ റെക്കോർഡാണ് ഞാൻ തരേണ്ടത്? തരില്ലല്ലോ. ജേണി ടു ഹാപ്പിനെസ് ക്ലാസ് ഞാൻ റെക്കോർഡ് തരാം. അവിടെ കുറച്ച് പൈസ കൊണ്ടു കൊടുത്താൽ അഡ്മിൻ തരും. അങ്ങോട്ട് വാ. ഇതിന്റെ റെക്കോർഡ് ഇപ്പൊ ചെയ്തതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ, നമ്മുടെ യൂട്യൂബിൽ നാളെ ഇടുമല്ലോ. പിന്നെ എന്ത് റെക്കോർഡിങ് ഞാൻ തരണ്ടേ? എൻ്റെ കയ്യിൽ എന്ത് റെക്കോർഡിങ്ങാ വേറെ ഇല്ല. എൻ്റെ ഒന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് എൻ്റെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എൻ്റെ മാറ്റം ഉണ്ടാവുക തന്നെ ഉണ്ടാവും, യാതൊരു തർക്കമില്ല. അപ്പൊ അത്രയും ഇതൊക്കെ ഒരുപാട് ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് അങ്ങനെ പറ്റുന്നത്. ഇതൊക്കെ ഞാൻ ലൈവായിട്ട് പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് ഒന്നും സെറ്റ് ചെയ്ത് തരാൻ പറ്റില്ല. മ്യൂസിക്കിന് വലിയൊരു ഭാഗമുണ്ട് ഇതിനകത്ത്. എല്ലാ ദിവസവും ഇത് രാവിലെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇതേപോലെ മെഡിറ്റേഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് ഈ മെഡിറ്റേഷൻ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഞാൻ തന്നെ മറന്നുപോയി, എപ്പോഴോ ചെയ്തു വെച്ചാണ്. പെട്ടെന്ന് ഇന്നിങ്ങനെ ഓർത്തപ്പോഴാണ് 10 മിനിറ്റിലേക്ക് വന്നപ്പോൾ അത് തന്നെ കൈ കിട്ടിയെന്നുള്ളത്. ബാക്കിയെല്ലാം 15 മിനിറ്റും 20 മിനിറ്റും ഒക്കെയുള്ള. അപ്പോൾ ഇത് സിമ്പിളാണ്. കോഴ്സ് വേണ്ടവർ ജേണി ടു ഹാപ്പിനെസ്സിനെ ബന്ധപ്പെടുക. ഓഫർ ഞാനിപ്പോൾ പറയുന്നില്ല, നാളെ മുതൽ ജേണി ടു ഹാപ്പിനെസ്സിൻ്റെ ഓഫർ തരാം. ഇന്നിപ്പോൾ നല്ലൊരു മൂഡില്ല. ഇന്ന് വേണോ? ആർക്കും ജേണി ടു ഹാപ്പിനെസ് വേണ്ടവരുണ്ടോ? ജേണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓഫർ തരാം. ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വേണം സർ. എത്ര പേരുണ്ട് ജേണി ടു ഹാപ്പിനെസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ? എത്ര പേരുണ്ട്? എന്നാൽ ഞാനൊരു ഓഫർ ഇപ്പം തരാം. വേണം? യെസ് എന്നാ പിടിച്ചോളൂ.
അത്രല്ലേ, ഒരുപാടുണ്ടല്ലേ. അപ്പോൾ അഡ്മിൻസ് നമുക്ക് ഇന്ന് കൊടുത്തേക്കാം, ഞാൻ ഓഫർ കൊടുക്കാം. യെസ്, താങ്ക് യു. കാരണം മനസ്സിൻ്റെ വിഷയങ്ങൾ മാറ്റാൻ ഒറ്റ പ്രോഗ്രാമാക്കി വെച്ചിട്ടുള്ള സാധനമാണ്. മാറുക തന്നെ ചെയ്യും, 100% മാറിയിരിക്കും. മാറാത്തവർ, എനിക്കറിയില്ല, ആർക്കും മാറാതിരിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അത് മാറും. മാറാത്തവരുണ്ടെങ്കിൽ അതിനുള്ള പോംവഴി വേറെ ഉണ്ട് കേട്ടോ, അതിന് മരുന്ന് വേറെ ഉണ്ട്, തീർച്ചയായും മാറും. അപ്പം ഞാനൊരു ഓഫർ തരാം നിങ്ങൾക്ക്, അല്ല, ജേർണി ടു ഹാപ്പിനെസ് വേണമെന്ന് പറഞ്ഞവർ ഇപ്പോഴുള്ള കോഴ്സിൻ്റെ ഫീസ് 10,000 രൂപയാണ്. ജേർണി ടു ഹാപ്പിനെസിൻ്റെ കോഴ്സ് ഫീസ് 10,000 റുപ്പീസാണ്. ഇനിയിപ്പോൾ 10,000 തന്നു വന്നവർ പറയരുത്, സാറ് കാണിച്ചത് ശരിയല്ലോ, ഞങ്ങൾക്ക് 10,000 തന്നു, ഇവിടെ ഓഫർ കൊടുത്തു എന്ന് പറയരുത്. ആവശ്യമുള്ളവർ കൊടുത്തല്ലേ, വിട്ടേ കാശാവുന്ന, ഞാനത് കൊടുത്തോട്ടെ, ആൾക്കാർ പാവം പറ്റും. ചിലവർ 10,000 തന്നു വന്നവരുണ്ട്, അവരോടാണ് പറഞ്ഞു കേട്ടോ. ഒന്നും തോന്നരുത്, മറ്റുള്ളവർക്ക് ആവശ്യത്തിനോട് കൊടുക്കുകയാണ്. താല്പര്യമുള്ളവർക്ക്. എൻ്റെ ഷിബു, നീ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് പിടിക്കരുത്, ഞാനൊന്ന് പറഞ്ഞു പോട്ടെ, എനിക്ക് പറയുന്ന സമയം പോലും തരുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളായിരിക്കും ക്ലാസ് എടുക്കുന്നത്, ഞാനായിരിക്കില്ല. മാനിഫെസ്റ്റേഷൻ നിങ്ങളിത് പഠിച്ചു വെച്ച അവസാനം നിങ്ങൾ തന്നെ പറഞ്ഞ എന്ത് ചെയ്യാനാ. ഞാൻ പറയാൻ വിചാരിച്ച കാര്യം ഓൾറെഡി നിമിഷ നേരം കൊണ്ട് പറഞ്ഞു പോയി. പറ്റുമോ? നിങ്ങൾക്കെല്ലാം എഗ്രി വിത്ത് ദാറ്റ്? ഷിബു പറഞ്ഞ എമൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഗ്രി ആണോ? അങ്ങനെ കാണണ്ട ഷീന, അത് കുറച്ച് കടന്നു കഴിയായിപ്പോ. യെസ്, പറഞ്ഞ ദിനേശ് സാറിന്റെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്, മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഓഫർ ചെയ്യുന്നു. നിങ്ങളുടെ കൺവീനിയൻ്റ് ആണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ കൺവീനിയൻ്റ് ആണ് എൻ്റെ വിജയം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ തന്നെ വീണ്ടും ഞാനതിനെ നിങ്ങൾക്ക് തരുന്നുകൊണ്ടേയിരിക്കുന്നു. 499, അത് എൻ്റെ കൺവീനിയൻസിന് കുറച്ച് കോട്ടം തെറ്റുമല്ലോ, മതിയാവില്ല, അതിൻ്റെ കോസ്റ്റ് ആവില്ല. ഇത്രയും പണിയുണ്ട് അതിനകത്ത്. അതിനെ ഹോസ്റ്റ് ചെയ്യുന്നതും അത് നിങ്ങളിൽ എത്തിക്കുന്നതും അഡ്മിന്മാരുടെ 2 പേരുടെ സപ്പോർട്ടൊക്കെ എൻ്റെ കോസ്റ്റ് തികയത്തില്ല. അത് തരണമെന്ന് ആഗ്രഹമുണ്ട്. 1 ഇയർ ഫീ ആണോ? 1 ഇയർ അല്ല, ലൈഫ് ലോങ് ഫ്രീ ആണ്. ഒറ്റ പ്രാവശ്യമേ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടു. അതിൽ എത്ര അപ്ഡേറ്റ് വന്നാലും എത്ര സാധനം ഞാൻ ആഡ് ചെയ്താലും രണ്ടാമത് ആ കോഴ്സിൽ ഫീസ് ഇല്ല. ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ എത്ര തന്നെ അതിൽ അപ്ഡേറ്റ് നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഇപ്പോൾ ഉള്ളതിൽ പല അപ്ഡേറ്റുകളും പലപ്പോഴും നടക്കും. കാരണം ഓരോ ആളുടെയും സിസ്റ്റം അനുസരിച്ച്, നിങ്ങൾ പറയുന്ന ഫീഡ്ബാക്കുകൾ അനുസരിച്ച് ഞാൻ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പ്രത്യേകതയാണ് കോഴ്സിൻ്റെ. ഇപ്പോൾ ഉള്ളത് എത്രയാണോ അതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹോസ്റ്റ് അതിനേക്കാളും കൂടുതൽ വരും എനിക്കതിന്. കാരണം വെച്ചാൽ ഹോസ്റ്റ് ചെയ്ത് റെഡിയാക്കി ഡൊമൈൻ ചെയ്ത് ഒക്കെ കിട്ടണ്ടേ. ഈ യൂട്യൂബിൽ നമുക്ക് എല്ലാ സമയവും യൂട്യൂബിൽ ലിങ്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതിന് കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇത്തരം ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ഞാനൊരു ഓഫർ തരാം, നിങ്ങൾക്കെല്ലാം അക്സെപ്റ്റബിൾ ആകുന്നതാണ്. വേണ്ട, ഓവർ അത്രയും വേണ്ട ശില്പ. 5,999, 5,999. അത് വേണ്ടവർ ഇപ്പൊ തന്നെ ഈ സമയത്ത്, അയ്യോ ഇപ്പൊ യൂട്യൂബിൽ പോവല്ലേ, ഇതിപ്പോഴേ ഉള്ളൂ. ഇന്നത്തെ ഡേറ്റും കൂടി പറയാം, 17/9/2024 മാത്രമുള്ളതാണ് ഈ ഓഫർ. ഒരു ദിവസം കൂടി തരാം. 18-ാം തീയതി രാത്രി 12 മണി വരെ മാത്രമേ ഉള്ളൂ. ശരിയല്ല, ഫാമിലി ഈസ് ഓൾവേസ് വെൽക്കം. നോ ബാർ, നോ ചേഞ്ചസ്. ഞാൻ അങ്ങനെ ഒരു ചേഞ്ചസ് എടുക്കില്ല. നിങ്ങൾ ഫാമിലിയുമായിട്ടാണ് ഷെയർ ചെയ്ത് കാണുന്നതെങ്കിൽ താങ്ക് യു ഗോഡ്, നിങ്ങൾക്ക് അത് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഓഫറും കൂടി തരാം. അത്രയും ഹാപ്പിയാണ്, അത്രയും സന്തോഷം. ഏജ് ഉള്ള ഹൗസ് വൈഫിന് എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ? എവിടെയുള്ള ഹൗസ് വൈഫ് ആണ്, ഏജിലാണ്, റിഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ജ്യോതി മാം, ഒന്ന് അഡ്മിൻ ഇപ്പൊ നാളെ രാവിലെ ബന്ധപ്പെട്ടോളൂ. പ്രസീതെ വിളിച്ചു, അല്ലെങ്കിൽ നോഷി ആയാലും പ്രസീത ആയാലും 2 പേരും വിളിച്ചോളൂ. ഞാൻ അവരോട് ഒരു രഹസ്യം പറയാം, അത് ജ്യോതി മാം കേട്ടാൽ മതി, അവർ പറയും. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും, നോ പ്രോബ്ലം. ഫാമിലി ഉള്ളവരോട് പ്രത്യേകം പറയാണ്, നിങ്ങളും നിങ്ങളുടെ മക്കളും, അതായത് ഭാര്യ, ഭർത്താവ്, മക്കൾ, അമ്മ, അച്ഛനൊക്കെ ഒന്നിച്ചിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം, അത്രയും സ്നേഹം. ഒരു തരത്തിലും നിങ്ങൾ എക്സ്ട്രാ ഫീസ് തരേണ്ടതില്ല. അതിന്
ഒരു തരത്തിലും വേണ്ട. ബാക്കി എല്ലാ കോഴ്സുകളിലും പറയും നോ 2 പേർക്ക് പറ്റില്ല, ഒരാൾക്കില്ല. പക്ഷെ ഒരു ഐഡിയ തരുള്ളൂ എന്നേ ഉള്ളൂ. കാരണം അത് അവർ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഒരു ഐഡി മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ, 2 ഐഡികൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ടൈമോ നമ്മൾ അൺകണ്ടീഷണൽ ആണ്, ടൈമില്ല. അഡ്മിൻ നമ്പർ, ഗൂഗിൾ പേ നമ്പർ, ഇപ്പൊ തന്നെ ഗൂഗിൾ പേ നമ്പർ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. എൻ്റെ ഗൂഗിൾ പേ നമ്പർ അറിയാലോ, 75107924 അയച്ചോളൂ. ഇന്ന് തന്നെ അയച്ചോളൂ, ഒട്ടും അമാന്തിക്കണ്ട. സാർ ഒരു സംശയം കൂടി. ഇപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് ബഹറിലാണ്. അപ്പൊ ഇതിന്റെ ടൈമിംഗ് വ്യത്യാസം വരുമോ? ഇല്ലില്ല. നമ്മുടെ കോഴ്സിന്റെ എല്ലാത്തിനും പ്രത്യേകത, കോഴ്സ് ഓൺലൈൻ ആണ്, ഫുള്ളി റെക്കോർഡഡ് ആണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വീഡിയോസ്, ഓരോ കോൺസെപ്റ്റിനെ പറഞ്ഞു തരുന്ന വീഡിയോസ് ആണ് നമ്മുടെ എല്ലാ കോഴ്സുകളും. അപ്പൊ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കേൾക്കാം, എന്നിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, വീണ്ടും എന്ത് ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, വീണ്ടും ക്ലാരിഫൈ ചെയ്ത് തരും. അത് അല്ലാതിരുന്നാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാവരും ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് ആൾക്കാരുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് ആൾക്കാരുണ്ട്, US നിന്ന് ആൾക്കാരുണ്ട്, കാനഡയിൽ നിന്ന് ആൾക്കാരുണ്ട്, സൗദി അറേബ്യയിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, മാലദ്വീപ്സിൽ നിന്നുണ്ട്. ഇതെല്ലാവർക്കും ഒരു ടൈം ഫ്രെയിമിൽ വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോസിബിളേ അല്ല ഇന്നത്തെ കാലത്ത്. കോവിഡിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോഴതെല്ലാം പറഞ്ഞത്. എനിക്ക് മെഡിറ്റേഷൻ ആണ് കൂടുതൽ വേണ്ടത്. മെഡിറ്റേഷൻ ലൈവ് ആണ്, അത് 5:30. 5:30 എനിക്ക് അതാണ് വേണ്ടത് സാർ. 5:30 നിങ്ങൾ ബഹറിലാണ്, 5:30 അവിടെ 3 കുഴപ്പമില്ല, ഞാൻ എണീറ്റോളാം. ആശ ബഹറിൽ നിന്നാണല്ലോ, ആശ ബഹറിൽ നിന്നാണ് രാവിലെ. 3 മണിക്ക് 3 മണി സാറേ, 3 മണിക്ക്. ശില്പ, റിമൂവ് ദാറ്റ് വേർഡ്. ആ വേർഡ് ഒരിക്കലും അവിടെ അക്സെപ്റ്റബിൾ അല്ല. ശില്പ പറഞ്ഞത് ഐ ആം ഫൈനാൻഷ്യലി ബിഗ് സീറോന്റെ അപ്പുറത്ത് കുറച്ച് ഡിജിറ്റ് ചേർത്താൽ മതി കേട്ടോ. അപ്പുറത്ത് കുറച്ച് ഡിജിറ്റുകൾ ഉണ്ട് എന്ന് ഓർത്താൽ മതി, ഇല്ലെങ്കിലും ഓർക്കാം. അത് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയണ്ട, പറഞ്ഞുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇവിടെ ഇല്ല. ആവശ്യമുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, വാക്കുകളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഓക്കെ, അയക്കുന്നവർ അയക്കുക, കൺഫേം ചെയ്യുക, വേണ്ടവർ അനുഭവിക്കുക. ലൈഫ് ടൈം ഫീസാണ് ഞാൻ എടുക്കുന്ന എല്ലാ കോഴ്സുകൾക്കും, അത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു കറക്റ്റ് ചെയ്തൊരു ഡോണ്ട് ഫീൽ ബാഡ് ഇറ്റ്, ബിക്കോസ് അങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നാലും നിങ്ങളെ കറക്ഷൻ ആവുള്ളൂ എന്നതുകൊണ്ട് കേട്ടോ. മെഡിറ്റേഷൻ പിന്നെ ഓക്കെ, ജേർണി ടു ഹാപ്പിനെസ്. ഓക്കെ, അതൊരു കാര്യം പറയാൻ മറന്നു അല്ലേ. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് എടുക്കുന്നവർക്ക് മെഡിറ്റേഷൻ ബിൽട്ട് ആണ്. ഓൺ മെഡിറ്റേഷൻ സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്യേണ്ടതില്ല. ജേർണി ടു ഹാപ്പിനെസിന്റെ കൂടെ നമ്മൾ മെഡിറ്റേഷൻ ഉണ്ട് കേട്ടോ. മെഡിറ്റേറ്റ്, അഫർമേഷൻ, ജേർണി ടു ഹാപ്പിനെസ്, ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ അത് കൂടെ ഇല്ലാത്തുള്ളൂ. അപ്പോൾ മെഡിറ്റേഷൻ സെപ്പറേറ്റ് ഫീസ് കൊടുക്കണ്ടല്ല. മെഡിറ്റേഷൻ ഫീസ് തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എത്ര പൈസ ആവും എന്നറിയാമല്ലോ. 555 × 12. അപ്പോൾ ജേർണി ടു ഹാപ്പിനെസിനേക്കാളും കൂടുതൽ പൈസ വന്നു. 12 മാസവും 555 അടക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വേണ്ടവർക്ക് ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഓഫറിന് ജേർണി ടു ഹാപ്പിനെസ് എടുക്കുന്നതാണ് അല്ലേ. 6000 സംതിങ് രൂപ മെഡിറ്റേഷന് മാത്രം ഒരു വർഷം കൊടുക്കേണ്ടി വരും. അത്രയും പൈസ ജേർണി ടു ഹാപ്പിനെസ്സും കിട്ടും, ഇതും കിട്ടും, അഫർമേഷൻ കിട്ടും, മെഡിറ്റേഷൻ കിട്ടും, അഫർമേഷൻ കിട്ടും, ജേർണി ടു ഹാപ്പിനെസ്സും കിട്ടും. ഓക്കെ, മെഡിറ്റേഷൻ ക്ലാസ്സിന് ഹലോ, ഞാൻ ഈ മെഡിറ്റേഷൻ ക്ലാസ്സിന് ഇന്നാ ചേർന്നത്. എന്നെ ഒന്ന് ആഡ് ചെയ്യോ രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ്? നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, സുധാകരൻ ആഡ് ചെയ്തില്ലേ ഗ്രൂപ്പില്? കണ്ടില്ല. ഒരു മെഡിറ്റേഷൻ തന്നെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല. അഡ്മിൻ പ്ലീസ് നോട്ട്. അതെന്താ? ഒരു മിനിറ്റ്, ഞാൻ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യട്ടെ എന്നാലേ. ഒരു മിനിറ്റ്, അത് നമുക്ക് ക്ലിയർ ആക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എടുത്തവർക്ക് ഡിസ്കൗണ്ടിലല്ലേ ആ ലോ ഓഫ് അട്രാക്ഷൻ എടുത്തത്. 5000 ഫീസിൽ ലോ ഓഫ് അട്രാക്ഷൻ 199 തന്നിട്ട് ഡിസ്കൗണ്ട് തന്നിട്ട് പിന്നെ ഞാൻ ഇതിനും ഡിസ്കൗണ്ട് തന്നാൽ ഞാൻ കോട്ടയ്ക്ക് ഊരി അവസാനം ഷർട്ടൊക്കെ ഇട്ട് ഇരിക്കേണ്ടി വരും ഇവിടെ. അതും വിൽക്കേണ്ടി വരില്ലേ? വേണോ? അത് വേണോ ആശ? ഇങ്ങനെയൊക്കെ ആശിക്കല്ലേ ആശ, കുറച്ചൊക്കെ പോലെ. ആശ നല്ലതാണ്. ഇതിനേക്കാൾ ഡിസ്കൗണ്ട് വേണോ? വേണ്ട. നിങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം. സുധാകർ 1 മിനിറ്റ്, നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടല്ല, വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയാണ്. സാറ് കൊളത്തിട്ട് എന്നിട്ടാണ്. ഇല്ല, അതിൽ ഞാൻ കൊളത്തുന്നില്ല എന്തായാലും. ഓക്കെ, എനിവേ ഞാൻ ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും ഇന്ന് പറയാം,
17ഉം 18 തീയതിയാണ് യൂട്യൂബ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ഈ ഓഫർ ഞാൻ റെക്കോർഡിൽ ഉള്ളതുകൊണ്ട് 18 തീയതി മാത്രമേ തരുള്ളൂ. 19 വന്ന് ചോദിച്ചേക്കരുത്. എനിക്ക് റെക്കോർഡിങ് കട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഫർദർ ഡിസ്കഷൻ നമുക്ക് നടത്താം. താങ്ക് യു വെരി മച്ച്.